D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി പെറ്റ്സുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ നല്ല അടിപൊളി ഒരു ഗോൾഡൻ റിട്രീവറും ഇംഗ്ലീഷ് റിട്രീവറും നമുക്ക് ഫ്രീ ആയിട്ട് ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആണ്. ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ബ്രീഡേഴ്സിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ലാബിൻ്റെ ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. 2 മാസം കഴിഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ കാഞ്ഞിരമറ്റാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല. ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. 2 മാസം കഴിഞ്ഞത്. ഒരെണ്ണത്തിന് 7000 രൂപയാണ് അവർ ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. നല്ല അടിപൊളി പപ്പീസാണ് നമുക്കിന്ന് സെയിലിനായിട്ട് മൊത്തം വന്നിരിക്കുന്നത്. ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. എന്നാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഓപ്ഷനും അതേപോലെ മറ്റ് ബ്രീഡേഴ്സിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്ത് നിന്നാണ് സൺകോനൂറിൻ്റെ നല്ല അടിപൊളി ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 6000 രൂപയാണ് അവർ ചോദിക്കുന്ന റേറ്റ്. നല്ല അടിപൊളി ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് വന്നിരിക്കുന്നത് സൺകോനൂറിൻ്റെ. അപ്പോൾ സൺകോനൂറിനെ ഇണക്കി വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഈ പ്രായത്തിലാണ് എടുക്കേണ്ടത്. ഹാൻഡ് ഫീഡ് ചെയ്താണ് നമ്മൾ അതിനെ ടേം ചെയ്തെടുക്കേണ്ടത്. നല്ല കൊനൂറുകളൊക്കെ നല്ല അടിപൊളി കളറുള്ള കൊനൂറുകളാണ് വന്നിരിക്കുന്നത്. സൺകൊനൂറിൻ്റെ നല്ല അടിപൊളി ചിക്സുകൾ. അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സൺകൊനൂറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കിന് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ പ്രായത്തിലാണ് ടേം ചെയ്തെടുക്കാനൊക്കെ പറ്റിയ പ്രായം. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ. രണ്ടാമതാണ് സൺകോനൂർ വന്നിരിക്കുന്നത് മലപ്പുറം. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്ന ഒരു ഫീമെയിൽ കിറ്റനാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 6 മാസമായിട്ടുള്ളത്. 4000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ 6 മാസമായിട്ടുള്ള ഫീമെയിൽ കിറ്റൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 4000 രൂപയാണ് ചോദിക്കുന്നത്. ഈ കിറ്റൻ്റെ റേറ്റ് ഫീമെയിലാണ്. അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ മങ്ങാടാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി പ്രാവുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഗാഡിറ്റാനോ പൗഡറിൻ്റെ ഒരു 4 കള്ളിയായിട്ടുള്ള ചിക്സാണ് വന്നിരിക്കുന്നത്. ഇതിന് 700 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. ഗാഡിറ്റാനോ പൗഡർ 4 കള്ളിയായിട്ടുള്ള ചിക്സ് നല്ല അടിപൊളി പ്രാവുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. റേറ്റ് കുറവിനാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ മങ്ങാടാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്ത സിറാസ് വന്നിരിക്കുന്നത് 600 രൂപയാണ് പെയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. സിറാസിൻ്റെ പെയറിൻ്റെ റേറ്റ് 600 രൂപ. നല്ല അടിപൊളി സിറാസാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് അവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഹിപ്പിയുടെ ഒരു സിംഗിൾ പീസാണ്. ഇതിനെ അവർ ചോദിക്കുന്നത് 400 രൂപയാണ് ഈ സിംഗിൾ പീസിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഹിപ്പി അടുത്തായിട്ട് നമുക്ക് അവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഹോമറിൻ്റെ ഒരു 5 കള്ളിയായി ഒരെണ്ണം, അതേപോലെ 0 കള്ളി ചിക്സാണ് വന്നിരിക്കുന്നത്. 3 കൂടി 1500 രൂപയാണ് ഹോമറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഒരെണ്ണം 5 കള്ളിയായതാണ്. ഒരു ജോഡി ചിക്സാണ് വന്നിരിക്കുന്നത് 0 കള്ളി. 3 കൂടി 1500 രൂപയാണ് അവർ ചോദിക്കുന്നത്. അതേപോലെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഹംഗേറി മിക്സിൻ്റെ ഒരു ചിക്സാണ് വന്നിരിക്കുന്നത്. 1000 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. നല്ല അടിപൊളി ഹംഗേറി മിക്സാണ് വന്നിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ മങ്ങാട്. അടുത്തായിട്ട് നമുക്ക് ബീഗിളുടെ പപ്പീസാണ്. തൃശ്ശൂർ ചിറക്കലിനാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. വിത്തൗട്ട് KCL 10000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ.
നല്ല അടിപൊളി ബീഗിളിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പി ഉണ്ട്. 10,000 രൂപ കേട്ടോ ഒരു ബീഗിളിൻ്റെ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ചിറക്കലാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ബീഗിൾ പപ്പീസൊക്കെ നല്ല റേറ്റ് ഓറിയനാണ് വന്നിരിക്കുന്നത്. 10,000 ആണ് ചോദിക്കുന്നുള്ളൂ. അടുത്തായിട്ട് നമുക്ക് ലവ് ബേർഡുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 100 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി കളേഴ്സിലുള്ള ലവ് ബേർഡ്സാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. പീസ് റേറ്റ് 100 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. യെല്ലോ ഉണ്ട്, ബ്ലൂ ആൻഡ് വൈറ്റ് ഉണ്ട്, യെല്ലോ ഗ്രീൻ ഉണ്ട്. നല്ല അടിപൊളി കളേഴ്സാണ് വന്നിരിക്കുന്നത്. 100 രൂപ. അടുത്തായിട്ട് നമുക്ക് കൊന്നൂറുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കോട്ടയത്തു നിന്നാണ്. പൈനാപ്പിൾ കൊന്നൂറ് 2 പേരുണ്ട്. പൈനാപ്പിൾ കൊന്നൂറ് 2 പേരുണ്ട്. ഒരു പെയറിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത് 8,000 രൂപയാണ്. 2 ബ്രീഡിംഗ് പെയറാണ്. ഒരു പെയറിന് 8,000 രൂപ. അങ്ങനെ 2 പെയറും കൂടി 16,000 രൂപ. അതേപോലെ ബ്ലൂ ഗ്രീൻ ചീക്ക് കൊന്നൂറും ബ്ലൂ യെല്ലോ ഷെയ്ഡ് കൊന്നൂറും ഒരു പെയർ 12,000 രൂപ. പിന്നെ കേജ് സെറ്റപ്പ് 4,000 രൂപ. കോട്ടയം ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ കടപ്പാക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ക്രോസ് പ്രാവുകളുണ്ട്, നാടൻ പ്രാവുകളുണ്ട്. പീസ് റേറ്റ് എല്ലാം കൂടി ഒരുമിച്ച് എടുക്കണമെങ്കിൽ പീസ് റേറ്റ് 100 രൂപയാണ് ചോദിക്കുന്നത്. അല്ല സിംഗിൾ പെയർ ഒരു 10 താഴേക്ക് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയറിന് ക്രോസ് പ്രാവുകൾ 300 രൂപയും നാടൻ 250 രൂപയാണ് ചോദിക്കുന്നത് പെയറിൻ്റെ റേറ്റ്. ഒരുമിച്ച് എല്ലാതും കൂടി എടുക്കണമെങ്കിൽ പീസ് റേറ്റ് 100 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. കൊല്ലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഫോസ്റ്റേഴ്സൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പ്രാവുകളാണ് വന്നിരിക്കുന്നത്. ക്രോസ് പ്രാവുകളുണ്ട് ഒരുപാട്. കൊല്ലം ജില്ലയിൽ കടപ്പാക്കടന് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി അസീലൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ചാലക്കുടിക്ക് അടുത്ത് കുറ്റിക്കാടാണ് പ്രോപ്പർ ലൊക്കേഷൻ. അസീലിൻ്റെ ഷോർട്ട് നോസ് 9 മാസമായിട്ടുള്ളൊരു മെയിലാണ് വന്നിരിക്കുന്നത്. ടെമ്പർ ടൈൽ നല്ല അടിപൊളി അസീലാണ് വന്നിരിക്കുന്നത്. ഇതിന് 5,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഫിക്സഡ് റേറ്റ് ആണ്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള അസീലാണ് വന്നിരിക്കുന്നത്. ഷോർട്ട് നോസ് അതേപോലെ തന്നെ ടെമ്പർ ടൈൽ 9 മാസം പ്രായമായിട്ടുള്ള മെയിലാണ് വന്നിരിക്കുന്നത്. 5,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഷോർട്ട് നോസിന് അസീലിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അവിടുന്ന് ബ്രഹ്മയുടെ ചിക്കുകളും അതേപോലെ അഡൽട്ടും സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് കുറ്റിക്കാടാണ് പ്രോപ്പർ ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇത് വന്നിരിക്കുന്നത് ബ്രഹ്മയുടെ ചിക്കുകളാണ് വന്നിരിക്കുന്നത്. 8 എണ്ണം കൂടി 1,500 രൂപയാണ് ചോദിക്കുന്നത്. ഫിക്സഡ് റേറ്റ് ആണ്. 8 ചിക്ക് ഉണ്ട് ബ്രഹ്മയുടെ. 1,500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അടുത്തായിട്ട് അതേപോലെ അവിടെ നിന്ന് നമുക്ക് സെയിലിനായിട്ട് അഡൽട്ടുകളും വന്നിട്ടുണ്ട്. ഒരു മെയിലും ബ്രഹ്മയുടെ തന്നെ ഒരു മെയിലും 2 ഫീമെയിൽസും സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. എഗ്ഗിങ് പെയറാണ് വന്നിരിക്കുന്നത്. 3 എണ്ണം, 2 ഫീമെയിൽസും ഒരു മെയിലും. 3 എണ്ണം കൂടി ചോദിക്കുന്നത് 3,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അഡൽട്ട് ബ്രഹ്മകൾ എഗ്ഗിങ് സൈസ്. അപ്പോൾ അഡൽട്ട് ബ്രഹ്മകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ്. 3,000 രൂപയാണ് 300 കൂടി അവർ ചോദിക്കുന്നുള്ളൂ. ഫിക്സ്ഡ് റേറ്റ് ആണ്. ഇതാണ് മെയില്. ഫസ്റ്റ് കാണിച്ചത് ഫീമെയിൽ. ഇതും ഒരു ഫീമെയിൽ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഗോൾഡൻ ഫെസൻറ്റുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഗോൾഡൻ ഫെസൻറ്റ് ഉണ്ട്, സിൽവർ ഫെസൻറ്റ് ഉണ്ട്, അതേപോലെ യെല്ലോ ഗോൾഡൻ ഫെസൻറ്റ് ഉണ്ട്. അപ്പോൾ അഡൽട്ട് പെയറുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ പാറശാലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ റേറ്റ് വന്നിരിക്കുന്നത് സിൽവർ ഫെസൻറ്റിന് അവർ ചോദിക്കുന്നത് 12,000 രൂപയാണ് സിൽവർ ഫെസൻറ്റിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അതേപോലെ യെല്ലോ ഗോൾഡൻ ഫെസൻറ്റിൻ്റെ റേറ്റ് 15,000 രൂപ. 15,000. ഗോൾഡൻ ഫെസൻറ്റിൻ്റെ റേറ്റ് 18,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അഡൽട്ട് ഗോൾഡൻ ഫെസൻറ്റിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. തിരുവനന്തപുരം ജില്ലയിൽ പാറശാലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്.
നല്ല അടിപൊളി ഫെസൻറ്റുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് ഫെസൻറ്റുകൾ ഇവിടെ കൊടുക്കാനുണ്ട്. സിൽവർ ഫെസൻറ്റ് 12,000 രൂപ, യെല്ലോ ഗോൾഡൻ ഫെസൻറ്റ് 15, അതേപോലെ തന്നെ ഗോൾഡൻ ഫെസൻറ്റ് 18,000 രൂപ. അപ്പോൾ ഇന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്ന നല്ല അടിപൊളി പെറ്റ്സുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് നല്ല അടിപൊളി പെറ്റ്സുകൾ നല്ല റേറ്റ് കുറവിനൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ പപ്പീസ് ആയാലും പ്രാവുകൾ, അതേപോലെ മറ്റു ബേഡ്സുകളായാലും നല്ല അടിപൊളി പെറ്റ്സുകളാണ് നമുക്ക് ഇന്ന് മൊത്തം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ല അടിപൊളി പെറ്റ്സുകൾ. ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഫ്രീ ആയിട്ട് ഓപ്ഷൻസൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൽ. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഫ്രീ ആയിട്ട് ഓപ്ഷൻസൊക്കെ കൊടുക്കാണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഓപ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചാൽ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഫ്രീ ആയിട്ട് ഓപ്ഷൻസൊക്കെ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു മെയിലാണ് വന്നിരിക്കുന്നത്, കോഴിയുടെ മെയില്. ആ വലിപ്പമുള്ള പൂവൻ കോഴിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 4 കിലോൻ്റെ അടുത്തുണ്ട്, 9 മാസം പ്രായമായത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 1000 രൂപയാണ് അവർ ചോദിക്കുന്നത്. ഇതിന് വെയിറ്റ് പറഞ്ഞ 4 കിലോ വെയിറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിന് 1000 രൂപയാണ് അവർ ചോദിക്കുന്ന റേറ്റ്. കണ്ണൂരാണ് ലൊക്കേഷൻ. അപ്പോൾ ആ മെയിലിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ടതായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് മലപ്പുറം ജില്ലയിലെ അരീക്കോട് നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2 സൈസിലുള്ള കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. ഇത് വന്നിരിക്കുന്നത് ഫസ്റ്റത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് 100 രൂപയുടെയാണ്. പീസ് റേറ്റ് 100 രൂപയാണ് ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങൾ പീസ് റേറ്റ് 100 രൂപയുടെ കുഞ്ഞുങ്ങളാണ് ഇത് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ കുറച്ചുകൂടി വലിയത് വന്നിട്ടുണ്ട്, 150 രൂപയുടെ വന്നിട്ടുണ്ട്. ഇത് വന്നിരിക്കുന്നത് 150 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. മലപ്പുറം ജില്ല അരീക്കോട് തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 150 രൂപ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത്, 2 പ്രായത്തിലുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഷിറ്റ്സിൻ്റെ ഒരു സ്റ്റെഡ് മെയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2 വയസ്സ് പ്രായമായിട്ടുള്ള ഒരു സ്റ്റെഡ് മെയിൽ. കോഴിക്കോടാണ് ലൊക്കേഷൻ. ഇതിനായിട്ട് അവർ ചോദിക്കുന്നത് 30,000 രൂപയാണ് ഈ സ്റ്റെഡ് മെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഷിറ്റ്സിൻ്റെ കോഴിക്കോട് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിനെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അർജൻറ്റ് സെയിലാണ്, എമർജൻസിയാണ്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഷിറ്റ്സിനെ. അടുത്തായിട്ട് വന്നിരിക്കുന്നത് റഷ്യൻ ബ്ലൂ മെയിൽ കിറ്റാണ് വന്നിരിക്കുന്നത്. 3 മാസം പ്രായമായിട്ടുള്ളത്. റഷ്യൻ ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഇവർ ചോദിക്കുന്ന റേറ്റ് 2,500 രൂപയാണ് ഈ മെയിൽ കിറ്റിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. റഷ്യൻ ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത്. 2,500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ മെയിൽ കിറ്റിന്. എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരോട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഡാഷ് ഹണ്ടിൻ്റെ 7 മാസം പ്രായമുള്ള 2 ഫീമെയിൽസാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് കളർ. 7 മാസം പ്രായമുണ്ട്, 2 ഫീമെയിൽസ്. 3,000 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. 3,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. 7 മാസമായിട്ടുള്ള 2 ഫീമെയിൽസിന് ബ്ലാക്ക് കളർ കേട്ടോ. ഒരെണ്ണത്തിന് 3,000 രൂപ കേട്ടോ. അടുത്തായിട്ട് നമുക്ക് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിൽ നിന്നാണ് ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഫീമെയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 3.5 വയസ്സുള്ളത്. ഇതിന് റേറ്റ് അവർ ചോദിക്കുന്നത് 2,500 രൂപയാണ്
ജർമ്മൻ ഷെപ്പേർഡിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. 3.5 വയസ്സ് പ്രായമുള്ള ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാമെന്നാണ്. 2500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഫീമെയിൽ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്ന നല്ല അടിപൊളി ഫാൻറ്റെയിൽസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ചിക്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് 400 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അമേരിക്കൻ ഫാൻറ്റെയിൽസിന് നല്ല അടിപൊളി ടെയിൽ ക്വാളിറ്റി ബുഡ് ക്വാളിറ്റി ഒക്കെ ഉള്ള ചിക്കുകളാണ്. ഇതിന് 400 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്ന. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി ഫാൻറ്റെയിലുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഒരു ബ്രീഡിങ് ഫീമെയിലാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി കളർ കോമ്പിനേഷനുള്ളൊരു ടെയിൽ ക്വാളിറ്റി ഒക്കെ ഉള്ള ബ്രീഡിങ് ഫീമെയിൽ. 800 രൂപയാണ് ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ബേഡുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഉണ്ടാവും. 800 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. നല്ല ടെയിൽ സ്റ്റാൻഡിങ് ഒക്കെ ഉള്ളതാണ്, ടെയിൽ ഹോൾഡിംഗ് ഒക്കെ ഉള്ളതാണ്. നല്ല അടിപൊളി ഫാൻറ്റെയിലിൻ്റെ ബ്രീഡിങ് ഫീമെയിൽ. 800 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് അവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അമേരിക്കൻ ഫാൻറ്റെയിലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി കളറും നല്ല അടിപൊളി ടെയിൽ ഹോൾഡിംഗ് ഒക്കെ ഉള്ള നല്ല ബൂട്ട് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു അമേരിക്കൻ ഫാൻറ്റെയിലിൻ്റെ ബ്രീഡിംഗ് പെയർ. നല്ല കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. 1800 രൂപയാണ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി ഫാൻറ്റെയിലുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി റോഡ് വീലറിൻ്റെ മെയിൽ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. വിത്ത് KCI ഉള്ളത്. ഇടുക്കിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഹെഡ് ടൈപ്പ് ഒക്കെ ഉള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. പാരൻസിൻ്റെ ഫോട്ടോസ് നമ്മളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ പപ്പീസിൻ്റെ ഫോട്ടോസും വീഡിയോ നമ്മളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ. നല്ല ഹെഡ് ടൈപ്പും ബോണ്ട് സൈസൊക്കെ ഉള്ള പപ്പീസ് വിത്ത് KCIയിൽ 18,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. നല്ല അടിപൊളി പപ്പീസ് റോഡ് വീലറിൻ്റെ മെയിൽ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാനാണ്. വിത്ത് KCI 18,000 രൂപ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ലോങ് കോട്ടിൻ്റെ പപ്പീസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ. റോട്ടിൻ്റെ മെയിൽ പപ്പീസ് വിത്ത് KCI ഉള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. ഫാദർ മദറൊക്കെ നല്ല അടിപൊളി പേരൻസാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ലോങ് കോട്ട് പപ്പീസ്. 14,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 14,000 രൂപ. നല്ല അടിപൊളി ലോങ് കോട്ട് പപ്പീസാണ് വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ. അപ്പോൾ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ അടിപൊളി പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ഒരു ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. ഗോൾഡൻ റിട്രീവറിൽ തന്നെ ഇംഗ്ലീഷ് റിട്രീവറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 4.5 വയസ്സ് പ്രായമുണ്ട്. ഫീമെയിലാണ്. അപ്പോൾ ഇതിനെ ആരെങ്കിലും എടുത്ത് വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷ് റിട്രീവർ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കോക്ടെയിലിൻ്റെ ഒരു പെയറാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 8 മാസമായിട്ടും 10 മാസമായിട്ടുള്ളതും. കൊല്ലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 2,800 രൂപയാണ്. ലുട്ടിനോ ചോദിക്കുന്നത് 2,800. ഒരെണ്ണം സിനിമണും ഒരെണ്ണം ലുട്ടിനോയാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി 2 കോക്ടെയിൽസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2,800 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ. കൊല്ലാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പഗ്ഗിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പി ഉണ്ട്. മലപ്പുറം ജില്ലയിൽ ഐക്കരപ്പടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 10,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. മെയിൽ പപ്പി ഉണ്ട്, ഫീമെയിൽ പപ്പി ഉണ്ട് പഗ്ഗിൻ്റെ. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാമെന്നാണ്.
10,000 ആണ് റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഐക്കരപ്പടിയാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബെൽജിയം മെല്ലോയ്സും നാടനും ആയിട്ട് ക്രോസ് ആയിട്ടുള്ള പപ്പീസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഫീമെയിൽ വന്നിരിക്കുന്നത് ബെൽജിയം മെല്ലോയ്സ് ആണ് വന്നിരിക്കുന്നത്. മെയിൽ വന്നിരിക്കുന്നത് നാടനാണ് വന്നിരിക്കുന്നത്. പപ്പീസ് ഒട്ടുമിക്കത് എല്ലാതും ബെൽജിയം മെല്ലോയ്സിൻ്റെ ഒരു ഇതിലാണ്, സ്റ്റാൻഡേർഡിലാണ് വന്നിരിക്കുന്നത്. ഈ ക്രോസ് പപ്പീസിന് അവർ ചോദിക്കുന്ന റേറ്റ് 5,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. 4 മെയിൽ പപ്പി ഉണ്ട്, 4 ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ബെൽജിയം മെല്ലോയ്സിൻ്റെ ക്രോസ് ആയിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. ഒട്ടുമിക്കതും ബെൽജിയം മെല്ലോയ്സിൻ്റെ ഒരു ഇത് തന്നെയാണ് വന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് പോലെയൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 5,000 രൂപയുടെ ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി പപ്പീസായിരിക്കും വന്നിരിക്കുന്നത്. ബെൽജിയം മെല്ലോയ്സും അതേപോലെ നാടനും ആയിട്ടുള്ള കോമ്പിനേഷൻ. നല്ല അഗ്രഷൻ അല്ല നല്ല ഗാർഡിങ്, അതേപോലെ നല്ല വാച്ചിങ് ഡോഗിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, റേറ്റ് കുറവിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ബ്രീഡിനെ എടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ബ്രീഡായിരിക്കും ഈ വളർന്നു വരുമ്പോൾ. ബെൽജിയം മെല്ലോയ്സ് എന്ന് പറയാൻ നല്ല ടെമ്പറുള്ള ഒരു ബ്രീഡാണ്. അതും നാടനായിട്ടുള്ള ക്രോസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല റേറ്റ് കുറവിന് നല്ല അടിപൊളി ബ്രീഡിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പറ്റിയ ബ്രീഡാണ്. വാച്ചിങ്ങും അതേപോലെ ഗാർഡിങ്ങിനൊക്കെ ആയിട്ട് നല്ല അടിപൊളി റേറ്റ് കുറവിന് പപ്പീസിനെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബ്രീഡാണ് ബെൽജിയം മെല്ലോയ്സിൻ്റെ ക്രോസ് പപ്പീസ്. അതും നാടനായിട്ടുള്ള ക്രോസ് പപ്പീസാണ് വന്നിരിക്കുന്നത്. ഒട്ടുമിക്കതും ബെൽജിയം മെല്ലോയ്സിൻ്റെ കളർ ഫോർമാറ്റൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 5,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. 4 മെയിൽ പപ്പി ഉണ്ട്, 4 ഫീമെയിൽ പപ്പി ഉണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ റേറ്റ് കുറവിന് നല്ല അടിപൊളി പപ്പീസിനെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ പപ്പീസാണ് വന്നിരിക്കുന്നത് 5,000 രൂപയ്ക്ക്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റി ലാബിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. വിത്ത് KCI ഉള്ള പപ്പീസ്. ഇംഗ്ലീഷ് ലാബ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലാബിൻ്റെ പപ്പീസ് വിത്ത് KCIയിൽ 15,000 രൂപയാണ്, 15,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. നല്ല അടിപൊളി ടോപ്പ് ലൈൻ പാരൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാരൻസിൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും പപ്പീസിൻ്റെ സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും ഒക്കെ. വിത്ത് KCIയിൽ 15,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. നല്ല അടിപൊളി ടോപ്പ് ലൈൻ പപ്പീസിന് അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. ലാബിൻ്റെ പപ്പീസ്. ആലപ്പുഴയാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. 11,000 രൂപയാണ്, 11,000 ആണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 11,000 രൂപ. അപ്പോൾ നല്ല അടിപൊളി പപ്പീസുകളാണ് നമുക്ക് സെയിലിനായിട്ട് മൊത്തം വന്നിരിക്കുന്നത്. ഇതിൽ വാട്സപ്പ് നമ്പറാണ് തന്നിരിക്കുന്നത്. വാട്സപ്പ് ഓൺലിയാണ് നമ്പർ. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ജർമ്മൻ ഷെപ്പേർഡിന് നല്ല അടിപൊളി പപ്പീസ് 11,000 രൂപ, 11,000 ആണ് അവർ ചോദിക്കുന്ന റേറ്റ്. ആ പേരൻസിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പപ്പീസുകളാണ് നമുക്കിന്ന് മൊത്തം സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അതേപോലെ നല്ല റേറ്റ് കുറവിനും നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരുപാട് പെറ്റ്സുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ഫ്രീ അഡോപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക.
അടുത്തടുത്ത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഡോബർമാൻ്റെ ഒരു മെയിൽ പപ്പിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വിത്ത് KCI ഉള്ളത്. കൊല്ലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 16,000 രൂപയാണ് വിത്ത് KCI ഡോബർമാൻ്റെ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. മെയിൽ പപ്പിയാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പപ്പിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിനൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ടതായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. 16,000 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ വിത്ത് KCI. അടുത്തടുത്ത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു ക്രോസ് പപ്പീസാണ് വന്നിരിക്കുന്നത്. ക്രോസ് പപ്പികൾ ലാബിൻ്റെയും അതേപോലെ പോമറേനിയൻ്റെയും അതേപോലെ ക്രോസ് ആയിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ക്രോസ് പപ്പീസാണ് വന്നിരിക്കുന്നത്. 1,500 രൂപയുടെ പപ്പിയുണ്ട്, അതേപോലെ 2,000 രൂപയുടെ പപ്പിയുണ്ട്. അപ്പോൾ ക്രോസ് പപ്പികൾ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പപ്പികളാണ് വന്നിരിക്കുന്നത്. റേറ്റ് കുറവിന് 1,500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. പത്തനംതിട്ട ലൊക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലാബിൻ്റെ ക്രോസ് പപ്പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചധികം വീഡിയോസൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്രോസ് പപ്പികളുടെ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട പപ്പീസിനൊക്കെ എടുക്കാവുന്നതാണ്. ക്രോസ് പപ്പികൾ ലാബിൻ്റെ പോമറേനിയൻ്റെയൊക്കെ ക്രോസ് പപ്പികൾ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പഗ്ഗിൻ്റെ മെയിലാണ് വന്നിരിക്കുന്നത്. 2 വയസ്സ് പ്രായമുള്ളത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഈ മെയിൽ പഗ്ഗിനെ അവർ ചോദിക്കുന്നത് 4,000 രൂപയാണ് ഇപ്പം മെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല, ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും. നല്ല അടിപൊളി പഗ്ഗാണ് വന്നിരിക്കുന്നത്. 4,000 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ കേട്ടോ. മെയിലാണ്, 2 വയസ്സ് പ്രായമുണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് 2 പപ്പീസാണ് വന്നിരിക്കുന്നത്. ലാബിൻ്റെ നല്ല അടിപൊളി പപ്പീസ്. 2 മാസം 3 മാസം ആവാറായത്. ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരു മെയിൽ പപ്പിയും ഒരു ഫീമെയിൽ പപ്പിയും. 5,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി 2 ലാബിൻ്റെ പപ്പീസ്. മെയിൽ പപ്പിയുണ്ട്, ഫീമെയിൽ പപ്പിയുണ്ട്. ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ 2 പപ്പീസിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബീഗിളിൻ്റെ ഒരു മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. 2 മാസം പ്രായമുള്ളത്. ആലപ്പുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. വെറും 8,000 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. 8,000 ആണ് ബീഗിളിൻ്റെ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. നല്ല റേറ്റ് കുറവാണ്. ബീഗിളിൻ്റെ മെയിൽ പപ്പി വന്നിരിക്കുന്നത്. 2 മാസം പ്രായമായത്. ആലപ്പുഴയാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളും ഡയറക്റ്റ് അവരോട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല റേറ്റ് കുറവിനാണ് ഇന്ന് പപ്പീസുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അതേപോലെ ഫ്രീ ആയിട്ട് ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ളതൊക്കെ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ല അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും.
സ്കിപ്പ് ചെയ്യാതെ വീഡിയോ തുറക്കുന്നിട്ട് അവസാനം വരെ കാണാൻ ശ്രമിച്ചോളൂ. നല്ല അടിപൊളി പെറ്റ്സുകൾ നിങ്ങൾക്ക് മിസ്സാവാതായിരിക്കാൻ.